അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. അഖിലേശ്വരനുടെ അഖിലേശ്വരനുടെ അധിവാസത്താൽ ആനന്ദം കാണാം. ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവാ വാഴും ഗുരുദേവാ. ശാശ്വത നശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരായ നശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരായ സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ നിത്യാനന്ദം താൻ എന്നും നിത്യാനന്ദം താൻ. ശാശ്വത സുഖരൂപ സുഖമറിവാനുള്ളറിവായിട്ടകമേ വാഴും ഗുരുദേവാ വാഴും ഗുരുദേവാ.
നിഷ്കാമ കർമ്മത്താൽ ശാശ്വത സുഖത്തിൽ ആത്മാവിനെ എത്തിക്കുവാൻ, നിഷ്കാമകർമ്മത്താൽ ശാശ്വത സുഖത്തിൽ ആത്മാവിനെ എത്തിക്കുവാൻ, നിഷ്കളങ്ക ജ്ഞാനവുമായി താണിറങ്ങി വന്ന അവതാരമാണ് ശുഭാനന്ദ അവതാരം. നിഷ്കളങ്ക ജ്ഞാനവുമായി താനിറങ്ങി വന്ന തിരുവതാരമാണ് ശുഭാനന്ദ തിരുവതാരം. നിഷ്കളങ്ക ജ്ഞാനം കൊണ്ടല്ലാതെ നിഷ്കാമകർമ്മം ചെയ്യുവാൻ മറ്റൊരു മാർഗവുമില്ല. നിഷ്കളങ്ക ജ്ഞാനം കൊണ്ടല്ലാതെ നിഷ്കാമകർമ്മം ചെയ്യുവാൻ മറ്റൊരു മാർഗവുമില്ല. നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിച്ച് നിഷ്കളങ്ക ജ്ഞാനം ഗ്രഹിച്ച് നിരവധിയായ സൽക്കർമ്മങ്ങളിലൂടെ ജീവിതം ചെയ്ത് നിരവധിയായ സൽക്കർമ്മങ്ങളിലൂടെ ജീവിതം ചെയ്ത് ആത്മാവിന് ഉയർച്ചയുണ്ടായി, ആത്മാവിന് ഉയർച്ചയുണ്ടായി, തത്വചിന്തയുണ്ടായി, തത്വചിന്തയുണ്ടായി, തത്വചിന്തയിൽ കൂടി അനേകം കർമ്മങ്ങൾ ചെയ്ത് തത്വചിന്തയിൽ കൂടി അനേകം കർമ്മങ്ങൾ ചെയ്ത് നിഷ്കളങ്കം ആത്മാവിന്റെ രൂപമായി തീരുമ്പോഴാണ് നിഷ്കളങ്കം ആത്മാവിന്റെ രൂപമായി തീരുമ്പോഴാണ് നിഷ്കാമ കർമ്മം ചെയ്യുവാനുള്ള അവസരവും ഭാഗ്യവും ഉണ്ടാകുന്നത്. നിഷ്കാമകർമ്മം ചെയ്യുവാനുള്ള അവസരവും ഭാഗ്യവും. ഇങ്ങനെ പടിപടിയായ ഒരു മനുഷ്യ ജന്മത്തെ ഇങ്ങനെ പടിപടിയായ ഒരു മനുഷ്യജന്മത്തെ നിഷ്കാമ കർമ്മം ചെയ്യിച്ച് നിഷ്കാമകർമ്മം ചെയ്യിച്ച് നിത്യശാന്തിയും നിത്യാനന്ദവും സ്വന്തം അനുഭവത്തിലാക്കി തീർക്കാനാണ് നിത്യശാന്തിയും നിത്യാനന്ദവും സ്വന്തം അനുഭവത്തിലാക്കി തീർക്കുവാനാണ് ശുഭാനന്ദ അവതാരം എന്ന് ശുഭാനന്ദ തിരുവതാരമെന്ന് വെറുതെ പറയുകയല്ല, വെറുതെ പറയുകയല്ല. അനുഭവത്തിലാക്കി കാണിച്ചു തന്ന അനുഭവജ്ഞാനമാണ് പറയുന്നത്. ആ അനുഭവത്തിലാക്കി കാണിച്ചു തന്ന അനുഭവജ്ഞാനമാണ് പറയുന്നത്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് സദാനന്ദ സിദ്ധ ഗുരുദേവനായി നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ബ്രഹ്മശ്രീ സദാനന്ദ സിദ്ധ ഗുരുദേവനായി നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. എത്ര ഡിഗ്രി എടുത്തിട്ടുണ്ട്, എത്ര ഡിഗ്രി എടുത്തിട്ടുണ്ട്, എത്ര വിദ്വാൻ കോഴ്സ് പാസ്സായിട്ടുണ്ട്? വിദ്വാൻ കോഴ്സ് പാസ്സായി ഒന്നുമില്ല. ഒന്നുമില്ല. ഒന്നാം ക്ലാസ്സിൽ കുറച്ച് ദിവസം പോയി പഠിച്ചു, അത്രേ ഉള്ളൂ. ഒന്നാം ക്ലാസ്സിൽ കുറച്ച് ദിവസം പോയി പഠിച്ചു. എഴുത്തും വായനയൊന്നും ഒരു വശവുമില്ല. എഴുത്തും വായനയൊന്നും ഒരു വശവും. പക്ഷെ ആ നാവിലൂടെ ഒഴുകി വരുന്ന ബ്രഹ്മജ്ഞാനങ്ങൾ ആ തിരുനാവിലൂടെ ഒഴുകി വരുന്ന ബ്രഹ്മജ്ഞാനങ്ങൾ അത് എവിടെ നിന്നുണ്ടായി? എവിടെ നിന്നുണ്ടായി? ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ബ്രഹ്മജ്ഞാന ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവൻ തെളിയിപ്പാൻ കഴിവില്ല. ബ്രഹ്മജ്ഞാന തത്വങ്ങൾ ഗുരുവിനാൽ വെളിപ്പെട്ടു. ഗുരുവല്ലാതൊരുവൻ തെളിയിപ്പാൻ കഴിവില്ല. ആ ബ്രഹ്മജ്ഞാനിയാകുന്ന ഗുരു അതിലേക്ക് ഉദയം ചെയ്തിരുന്നു കൊണ്ടാണ് ഈ ബ്രഹ്മജ്ഞാനങ്ങൾ ആത്മലോകത്തിലേക്ക് പ്രദാനം ചെയ്തത്. ബ്രഹ്മജ്ഞാനിയായ ഗുരുനാഥൻ അവിടേക്ക് എഴുന്നള്ളി ഇരുന്നുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനങ്ങളെ ആത്മലോകത്തിനായി ദാനം ചെയ്തത്. അതാണ് ആത്മലോകത്തിന് ആനന്ദമായി ഭവിച്ചത്, അതാണ് ആത്മലോകത്തിന് ആനന്ദമായി ഭവിച്ചത്. ദോഷപരിഹാരാർത്ഥമായി തീർന്നത്, ദോഷപരിഹാരാർത്ഥമായി തീർന്നത്, അജ്ഞാന സംഹാരാർത്ഥമായി ഭവിച്ചത്, അജ്ഞാന സംഹാരാർത്ഥമായി ഭവിച്ചത്, വിവിധ വിധത്തിലുള്ള ദോഷ ദുഃഖങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്, വിധത്തിലുള്ള ദോഷ ദുഃഖങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്, പാപശാന്തി, പാപശാന്തി, രോഗശാന്തി, രോഗശാന്തി, ഭൂതശാന്തി ഭൂതശാന്തി ഇത്യാദി ശാന്തികളെ ആത്മലോകത്തിന് അനുഭവമാക്കിക്കൊണ്ടു വാണിരുന്നത്. ഇത്യാദി ശാന്തികളെ ആത്മലോകത്തിന് അനുഭവമാക്കിക്കൊണ്ട് വാണിരുന്നത്. എന്തുകൊണ്ടാണത്? ബ്രഹ്മജ്ഞാന സ്വരൂപനാകുന്ന ഗുരുവിന്റെ ഉദയത്താലാണ് അത് സാധ്യമാകുന്നത്. ബ്രഹ്മജ്ഞാനസ്വരൂപനാകുന്ന പരമഗുരുവിന്റെ ഉദയത്താലാണ് അത് സാധ്യമാകുന്നത്. ഒരു സാധാരണ മനുഷ്യനിലേക്ക് ബ്രഹ്മജ്ഞാനിയാകുന്ന ഗുരു അവതാരമായി അല്ലെങ്കിൽ ഉദയമായി വരുന്നത് എങ്ങനെയാണ്? സാധാരണ മനുഷ്യനിലേക്ക് ബ്രഹ്മജ്ഞാനിയാകുന്ന ഗുരു അവതാരമായി അല്ലെങ്കിൽ ഉദയമായി വരുന്നത് എങ്ങനെയാണ്? ബ്രഹ്മജ്ഞാനം കൊണ്ട് കടഞ്ഞെടുക്കുന്ന ആത്മാവിലേക്ക് മാത്രമേ ഗുരുവിന്റെ ഉദയം ഉണ്ടാവുകയുള്ളൂ. ബ്രഹ്മജ്ഞാനം കൊണ്ട് കടഞ്ഞെടുക്കുന്ന ആത്മാവിലേക്ക് മാത്രമേ പരമഗുരുവിന്റെ തിരുവുദയം ഉണ്ടാവുകയുള്ളൂ. സ്വർഗത്തിലല്ലാതെ സ്വർഗനാഥൻ വാഴുകയില്ലെന്നോർത്തുകൊള്ളുക. സ്വർഗത്തിലല്ലാതെ സ്വർഗസ്ഥനാകുന്ന പരമപിതാവ് ആത്മാവിനെ സ്വർഗമാക്കി തീർത്തിട്ടാണ് അതിലേക്ക് ഉദയമാകുന്നത്.
വാഴുന്നത്. ക്രിസ്തുവിനാകുന്ന ദൈവം ആത്മാവിനെ സ്വർഗമാക്കി തീർത്തിട്ടാണ് അതിലേക്ക് വാഴുന്നത്. സ്വർഗമാക്കാനുള്ള ഏക വഴി ആത്മജ്ഞാനമാണ്. സ്വർഗമാക്കുവാനുള്ള ഏക വഴി ആത്മജ്ഞാനമാണ്. അനുഭവജ്ഞാനം ആത്മജ്ഞാനമായി ആത്മാക്കളിലേക്ക് പ്രദാനം ചെയ്ത് അനുഭവജ്ഞാനികളാക്കി തീർക്കുകയാണ്. അനുഭവജ്ഞാനം ആത്മജ്ഞാനമായി ആത്മാക്കളിലേക്ക് ദാനം ചെയ്തുകൊണ്ട് അനുഭവജ്ഞാനികളാക്കി. അങ്ങനെ അനുഭവജ്ഞാനികളാക്കി തീർക്കുമ്പോൾ അനുഭവ ഗുണനിധിയാകുന്ന പരമാത്മാവിനെ സ്തുതിച്ചും ആരാധിച്ചും ബന്ധിച്ചും ആത്മലോകം സ്വർഗമായി തീരുകയാണ്. അനുഭവ ഗുണനിധിയാകുന്ന ഗുരുവിനെ ആത്മാക്കൾ ബന്ധിച്ചും സ്തുതിച്ചും ആരാധിച്ചും അനുഭവജ്ഞാനികളായി തീരുകയാണ്. ആ അനുഭവ ഗുണമുള്ളവരായി തീരുകയാണ്. അങ്ങനെ അനുഭവ ഗുണം വർദ്ധിക്കുമ്പോഴാണ് സ്വർഗം ആത്മാവിൽ തെളിയിക്കപ്പെടുന്നത്. അങ്ങനെ സ്വർഗം തെളിയുമ്പോഴാണ് സ്വർഗനാഥൻ എഴുന്നള്ളി വാഴുന്നത്. ആ പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ആ പാല് കാച്ചി അതിനെ ഇരുത്തുന്നു. അത് കഴിഞ്ഞതിനെ കടയുന്നു. അതിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നു. ഏറ്റവും ഗുണമുള്ള വസ്തുവായ വെണ്ണ എടുത്ത് ഭഗവാൻ ഉപയോഗിക്കുന്നു എന്നാണ് സങ്കല്പം. അതുപോലെ മനുഷ്യഹൃദയങ്ങളിലുള്ള സർവ്വമാലിന്യങ്ങളെയും മാറ്റുവാൻ തക്ക വിധത്തിലുള്ള തപോ ജീവിതം അവന് കൊടുക്കുകയാണ്. ആ പാല് ചൂടാക്കുന്നത് പോലെ ജീവിതം ചൂടുപിടിപ്പിച്ച് ആ തപോവൃത്തി അവനിലേക്ക് അനുഭവപ്പെടുത്തി ആ താപസികമായ ജീവിതം ചെയ്യുമ്പോൾ അവനിൽ ഉന്നതമായ വെണ്ണ ഉയർന്നു വരുവാൻ തക്കവിധത്തിൽ പാകപ്പെട്ടു വരും. ക്രേതയിലെ തപസ് അവിടെ നടക്കുകയാണ്. അത് കഴിയുമ്പോൾ അതിൽ നിന്ന് നന്മ തിന്മകളെ രണ്ടായി വേർതിരിക്കണം. ആ അത് ത്രേതയിലെ യാഗമാണ്. ആ ത്രേതയിലെ യാഗം കൊണ്ട് അതിനെ രണ്ടായി വേർതിരിച്ച് ആ നല്ലതിനെ പൂർണ്ണമായും എടുത്തു കഴിയുമ്പോൾ വീണ്ടും അതിനെ ഒന്നുകൂടി ശുദ്ധീകരിക്കുന്നതാണ് പൂജ. ആ ശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടെ നാമസങ്കീർത്തനമായി തീരുകയാണ്. ഇതുപോലെ ആത്മാവിൽ ഈ ക്രേതയിലെ യാഗവും ആ ക്രേതയിലെ തപസ്സും ത്രേതയിലെ യാഗവും ദ്വാപരയിലെ പൂജയും ആ ക്രമാനുഗതമായി നടന്നുകൊണ്ടിരുന്നാൽ ആത്മാവ് സ്വർഗമാകും. നാമസങ്കീർത്തനം ഉദയം ചെയ്യും. നാമസങ്കീർത്തനം എന്നാൽ എന്താണെന്ന് കലിയുഗ വ്യവസ്ഥ പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ അത് കീർത്തനം പാടുന്നതല്ല. ആ നാമം ഗുരു ആകുന്നു, നിയമം വിളക്കാകുന്നു. നാമം ഗുരു ആകുന്നു, നിയമം വിളക്കാകുന്നു. നാമനിയമങ്ങൾ കൊണ്ട് നിത്യ വെളിച്ചം കിട്ടും. ഒരു ജീവിതകഥ നമുക്ക് പറഞ്ഞു തീർക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ 95ാമത് മകയിരം ജന്മനക്ഷത്ര ദിനം ആഘോഷിക്കുമ്പോൾ ആ ഉന്നതമാകുന്ന ആ വാഴ്ചയെ കുറിച്ച് നമുക്ക് വർണ്ണിച്ച് എത്ര വേണമെങ്കിലും പറഞ്ഞ് പരസ്പരം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ ആഹാരം കഴിക്കാതിരിക്കുന്ന അവസ്ഥ, ഉടുതുണിക്ക് മറുതുണിയില്ലാതിരിക്കുന്ന അവസ്ഥ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും നിർവാഹമില്ലാതെ ഉഴലുന്ന ചില അവസ്ഥ, ആ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ആ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ട്. ആ വസ്ത്രത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അത് അനുഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന ദുഃഖം വളരെ വലുതാണ്. ഇപ്പോ പല ആളുകളെയും കുറിച്ച് ചിന്തിച്ചാൽ ഓരോ പരിപാടി വരുമ്പോഴും ഓരോ ജോഡി ഡ്രസ്സ് എടുക്കും.
എവിടെ പോവാ? ഞങ്ങള് തിരുവല്ല വരെ പോവാ. എന്താ കാര്യം? അയ്യോ നാളെ മോടെ ചരട് കെട്ടാ, അപ്പൊ അതിന് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാ. കുഞ്ഞിന് ചരട് കെട്ടുന്നതിന് മാതാപിതാക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ പോയി ഡ്രസ്സ് എടുക്കുകയാണ്. എല്ലാവരും കൂടി ഒരേ നിറത്തിലുള്ള ഡ്രസ്സെല്ലാം എടുത്ത് കുറച്ച് രൂപ അവിടെ കൊടുത്ത് ഒരു ദീർഘനിശ്വാസവും വിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് അങ്ങനെയല്ല. ഉത്സവം വന്നാലും ഓണം വന്നാലും ഏത് വന്നാലും ആകെപ്പാടൊരു തോർത്തും അതിന്റെ മേളൊരു തോർത്തും ഇത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പകർന്നു കൊടുക്കാനൊന്നുമില്ല. വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇത് കഴുകിയിട്ട് പിഴിഞ്ഞ് കാറ്റത്തുണക്കി ആ കയറി വന്ന് ഉടുക്കുന്നത്. ആ ഉണങ്ങുന്നത് വരെ, ഉടുക്കാൻ പരുവത്തിന് ഉണങ്ങുന്നത് വരെ വെള്ളത്തിൽ തന്നെ നിൽക്കുക. ഇതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ. അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അതൊന്നും കഠിന ദുഃഖമായി ഉള്ളിലേക്ക് എടുക്കാതെയും, അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊന്നും ദുഃഖമായിട്ട് അകത്തേക്ക് എടുത്തിട്ടില്ല. ദൈവകാര്യം എന്റെ കാര്യം സ്വന്തം കാര്യമെനിക്കെന്നോ അന്തമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്നെത്താം. കീർത്തിച്ചിട്ടുള്ള ഒരു കീർത്തനമാണിത്. എന്താ കാരണം? അതിന്റെ സുഖം പരിപൂർണമായും ആ കീർത്തനത്തിന്റെ എല്ലാ അനുഭവങ്ങളും അകതാരിൽ അനുഭവിച്ചുകൊണ്ടാണ് കീർത്തിച്ചുകൊണ്ടിരുന്നത്. ദൈവകാര്യം എന്റെ കാര്യം സ്വന്തം കാര്യമെനിക്കെന്നോ സത്യത്തിൽ പുതിയ തലമുറകൾക്ക് കഴിയില്ല. കാരണം അപ്പോഴും സൈഡിൽ തപ്പും എനിക്കുള്ളതെല്ലാം അവിടെ എല്ലാം ഉണ്ടോന്ന് എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ആശകളും ഇതെല്ലാം നിവൃത്തിയാക്കിയതിനു ശേഷം സമയം കിട്ടുകയാണെങ്കിൽ ദൈവകാര്യം ചെയ്യാമെന്നാണ് പലരുടെയും തീരുമാനം. പല ആളുകളും പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യം പറയുമ്പോ എന്താ കഴിഞ്ഞ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഭഗവാനെ പോവാൻ പറ്റിയില്ല. എന്താ പറ്റി? അത് ഒരു ചിട്ടി പിടിക്കാനുണ്ടായിരുന്നു, അതിനൊന്ന് പോയി. അന്ന് പോയില്ലെങ്കിൽ അത് കിട്ടത്തില്ല, അതുകൊണ്ട്. എന്നിട്ട് കിട്ടിയോ? ഇല്ലേ, കിട്ടിയില്ല. വേറൊരാള് വിളിച്ച്. വല്ല കാര്യമുണ്ടോ? ഈ പ്രാർത്ഥന മുടക്കി പോയി ചിട്ടി കിട്ടിയോ? അതും ഇല്ല. പ്രാർത്ഥന കിട്ടിയോ? രണ്ടും ഇല്ല. അങ്ങനെ പോരാ. ദൈവകാര്യം എന്റെ കാര്യം സ്വന്തം കാര്യമെനിക്കെന്നോ അന്തമില്ലാതുള്ള ഭാഗ്യം അതിൽ ചെന്നെത്താം. കുറച്ച് കൃഷിഭൂമിയുണ്ട്, നെൽകൃഷിയുണ്ട്. അതിലേക്ക് ഇങ്ങനെ പൂട്ടാൻ ആരംഭിച്ചു. അന്ന് കാളയും പോത്തിനെയൊക്കെ ഉപയോഗിച്ചാണ് പൂട്ടുന്നത്. ചിലപ്പോ ഒരു വശത്ത് കാള, ഒരു വശത്ത് ഒരു മനുഷ്യനുമായിരിക്കും. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് സ്വന്തം ആവശ്യത്തിന് സ്വന്തക്കാര് തന്നെ ചെയ്യുമ്പോൾ അത് അടിമപ്പണിയല്ല. അടിച്ചമർത്തി വെച്ച് ചെയ്യുമ്പോഴാണ് അത് അടിമപ്പണിയാവുന്നത്. ഇത് അങ്ങനെയല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ കലപ്പ വലിക്കും, ചിലപ്പോൾ ചെരുപ്പ് വലിക്കും, കിളയ്ക്കും, ആ വെയിലത്ത് നിന്ന് വെള്ളം പോലും കുടിക്കാതെ പ്രവർത്തിക്കും. അത് അടിമപ്പണിയല്ല. നാളെ എനിക്ക് കഴിക്കാൻ, എന്റെ പരമ്പരകൾക്ക് കഴിക്കാനുള്ളത് സമ്പാദിക്കുകയാണ്. അങ്ങനെ ആ നിലത്തിലിറങ്ങി അങ്ങോട്ട് പൂട്ടാൻ തുടങ്ങി. ഏകദേശം ഒരു 5 മണിയോടുകൂടി ഇത് മൊത്തം പൂട്ടി തീർത്താൽ നാളെ ഇന്നതുപോലൊക്കെ ചെയ്യാവുന്നൊരു കണക്കുകൂട്ടലായിരിക്കുമല്ലോ ഇത് ആരംഭിക്കുന്നത്.
ഇത് കൂട്ടി തീർത്താൽ നാളെ ഇന്ന കാര്യം ചെയ്യാമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കും ഇത് ആരംഭിക്കുന്നത്. അപ്പോ ഇന്നത്തെ കൂട്ട് സ്ക്വയർ ഫീറ്റ് നോക്കിയല്ല അന്ന് ജോലി എടുക്കുന്നത്. ഇന്നത്തെ കൂട്ട് സ്ക്വയർ ഫീറ്റ് നോക്കിയല്ല അന്ന് ജോലി എടുക്കുന്നത്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചോണ്ടങ്ങ് ഇറങ്ങുക. നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചോണ്ട് ഉണ്ടെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ അതുമില്ല. ഉണ്ടെങ്കിൽ കുടിക്കും, ഇല്ലെങ്കിൽ അതുമില്ല. അങ്ങ് ഇറങ്ങി അങ്ങ് തുടങ്ങി പരിപാടി അങ്ങോട്ട് തുടങ്ങിയപ്പോ ഇവിടുന്ന് ഒരാൾ സൈക്കിളിൽ ചെന്നു. അങ്ങനെ ഇറങ്ങിയ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ ഇവിടുന്ന് ഒരാൾ സൈക്കിളിൽ ചെന്നു. അയ്യോ ഭക്താതാണ്ട് അമ്പറ്റി വിളിക്കുന്നേ. അയ്യോ ഭക്താനാണ് അപ്പറ്റി വിളിക്കുന്നു. വിളിച്ചു, എന്നെ വിളിച്ചു. ഓ വിളിച്ചേ, എന്നാ ആവട്ടെ. അവിടെ ഇട്ട് ഇതാ ഇതൊന്ന് നോക്കിയേക്കണെന്ന് അയലത്ത് നിൽക്കുന്ന അനിയനോട് പറഞ്ഞു വെച്ചിട്ട് ഒറ്റ പോക്ക് ഇനി പോരുവാ. എന്നാ ഇന്ന് ഇത് പൂട്ടി വെച്ച് നാളെ അങ്ങ് വരാം എന്ന് പറഞ്ഞാൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറയില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ ഉപേക്ഷിച്ചിട്ട് ദൈവശബ്ദം പരിപാലിക്കുവാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ആര്? സദാനന്ദം ഭക്തൻ. ദൈവത്താൽ നാമകരണം ചെയ്യപ്പെട്ട, ദൈവം സിംഹാസനമായി തീർന്ന ഉന്നതനാകുന്ന പുണ്യാത്മാവ്. ദൈവകാര്യം എന്റെ കാര്യം സഹധർമ്മിണി വഴി പറയും, കണ്ടു നിൽക്കുന്നവരൊക്കെ വഴി പറയും. കാരണം ഇതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ പോയാൽ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? ഞാൻ പോകുന്ന ദൈവകാര്യത്തിന് അവരുടെ കാര്യം ദൈവം നോക്കും. ദൈവകാര്യം എന്റെ കാര്യം സ്വന്ത കാര്യം എനിക്കെന്നോ. കൗണടിയിൽ മാധവ മുതലാളിയെ കാണാനും മരണശയ്യയിൽ നിന്ന് വീണ്ടെടുക്കുവാനും വേണ്ടി നേരിട്ട് എഴുന്നള്ളി അനുഗ്രഹിക്കുവാൻ പോയ സന്ദർഭത്തിൽ തിരിച്ചു വന്നപ്പോൾ സദാനന്ദം ഭക്തന്റെ ഭവനത്തിൽ കൂടിയാണ് വന്നത്. വീടിന്റെ മുന്നിൽ വന്നപ്പോഴേ പറഞ്ഞു, കുനിഞ്ഞു കയറണേ എന്നാ തലയിടിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ കുനിഞ്ഞാ കയറിയത്, പക്ഷെ തലയിടിച്ചു. എന്തുകൊണ്ട്? കാണുന്ന നീളമല്ല പലപ്പോഴും ഭഗവാന്റെ നീളം. ശരീരപ്രകാരം അല്പം കുനിഞ്ഞെങ്കിലും ശിരസ് ഉത്തരത്തിൽ ഇടിച്ചു. വേദനിച്ചു. എല്ലാവർക്കും വിഷമമായി. കണ്ണുനീരോടുകൂടി പൂജാമുറി കയറി നിന്നു. ഓ എന്റെ കുഞ്ഞ് ഇങ്ങനെ ഇത്ര പ്രയാസത്തിലാണല്ലോ കഴിയുന്നത്. അവിടെ നിന്നുകൊണ്ട് കീർത്തിച്ചു, അനുഗ്രഹത്തിൽ നിറകൂടമേ തിരുകൃപയാൽ എന്നിൽ ചൊരിയണമേ. കരുതി എന്നെ വളർത്തണമേ എന്നാണ് കീർത്തിച്ചത്. ആരാ കീർത്തിച്ചത്? സാക്ഷാൽ പരബ്രഹ്മസ്വരൂപം എഴുന്നള്ളിയുന്നുകൊണ്ട് കീർത്തിക്കുകയാണ്. അപ്പോൾ കീർത്തിച്ചത് ആർക്ക് വേണ്ടിയാണ്? ഭക്തന് വേണ്ടിയാണ്. തന്നെ അറിയുന്ന, തന്നെ കരുതുന്ന ഭക്തനെയും പരമ്പരകളെയും രക്ഷിക്കുവാൻ അനുദിനം അനുഗ്രഹത്തിൽ കരുതി എന്നെ വളർത്തണമേ. കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ആ ഓമന കുഞ്ഞുങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്നറിയില്ല
വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. എങ്ങനെയാണെന്നറിയില്ല, ഏത് വിധത്തിലാണെന്നറിയില്ല, എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ. കാരണം അതിന് തക്ക വലിയ വിദ്യാഭ്യാസം ഒന്നുള്ളവരല്ല അവരും. അതിന് തക്ക വലിയ വിദ്യാഭ്യാസമുള്ളവരൊന്നും ആ കാരുണ്യവും ആ കണ്ണുനീരുമാണ് അവിടെ അനുഗ്രഹമായി ഭവിച്ചത്. കാരുണ്യവും ആ കണ്ണുനീരുമാണ് അവിടെ അനുഗ്രഹമായി. ഇന്ന് ആ പ്രദേശത്തെ ഏറ്റവും നല്ല ഭവനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ഇന്ന് ആ ദേശത്തെ ഏറ്റവും നല്ല ഭവനങ്ങൾ ഭഗവാന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. ആ കണ്ണുനീരിന്റെ ഫലമാണ്. അനുദിനം നിന്റെ അനുഗ്രഹത്തിൽ കരുതി എന്നെ വളർത്തേണമേ. എനിക്ക് നല്ല വീടുണ്ടാവണം, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം, എന്റെ സഹോദരമണിയെ സംരക്ഷിക്കണം എന്നെല്ലാം കരുതി വീട്ടിൽ തന്നെ ഇരുന്ന് ഈ കൃഷികാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നെങ്കിൽ ഇത്രയും മഹത്തായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയില്ല. ഒരിക്കലും എത്തുകയില്ല. എന്തുകൊണ്ട്? ആ ആത്മാവ് പരിപൂർണമായും ആത്മസമർപ്പണമായി നിന്നുകൊണ്ട് ദൈവ കർമ്മമാണ് ചെയ്തത്. ആരെല്ലാം എന്തെല്ലാം പരിഹസിച്ചിട്ടും എന്തെല്ലാം വിധത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഉന്നതമാകുന്ന ദൈവകർമ്മത്തെ സ്വന്തം കർമ്മമാക്കി ഏറ്റെടുത്ത് ധീരമായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ധീരനാകുന്ന ചന്താമരാക്ഷൻ അതിലേക്ക് പ്രവേശിച്ചിരുന്നു കൊണ്ട് ആത്മലോകത്തെ രക്ഷിച്ചത്. ആത്മലോകത്തെ രക്ഷിച്ചത്, ആത്മലോകത്തെ ആനന്ദിപ്പിച്ചത്, പാപശാന്തിയും രോഗശാന്തിയും ഭൂതശാന്തിയും നൽകി അനുഗ്രഹിച്ചത്. കണ്ണുനീരോടുകൂടി കണ്ണനെ വിളിക്കുമ്പോൾ കരുണയാൽ ഉദയമായി അനുഗ്രഹം ചൊരിയുന്നു. ആ തിരുവുടലിരുന്നു കൊണ്ട് കീർത്തിച്ച കീർത്തനമാണിതും. ആ അനുഭവജ്ഞാനമാണ് പകർന്നു നൽകിയത്. ആ കണ്ണുനീരോടുകൂടി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ച് കരഞ്ഞപ്പോൾ സർവാനുഗ്രഹങ്ങളും ദാനം ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട്? ഭക്തർക്കു ദാസനാണ് ഭക്തപ്രിയൻ. ഭക്തർക്കു ദാസന ഭക്തപ്രിയൻ മുക്തിക്കു വേണ്ടി വസിച്ചിടുന്നു. ഭക്തരിലൊക്കെ ഇച്ഛിപ്പതൊക്കെയും നൽകിയിടുന്നു. ഭക്തന്മാർക്ക് ദാസനാണ് ഭക്തപ്രിയനാകുന്ന ഭഗവാൻ. ഇപ്പൊ നമ്മുടെ ഭാഗവതാചാര്യനാകുന്ന പള്ളിക്കൽ സുനിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഇതിനോടനുബന്ധമായുള്ള അനേകം കഥകൾ അറിയാവുന്ന ആളാണ്. കുറൂരമ്മയ്ക്ക് പൂജ ചെയ്തതും മങ്ങാട്ടച്ഛനായി ചെന്ന് പൂന്താനത്തെ സേവിച്ചതും ഇങ്ങനെ അനേകം കഥകൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. എല്ലാം എന്തിനു വേണ്ടി പറയുന്നതാണ്? ഓരോരുത്തരും ഭക്തന്മാരായി തീരുന്നതിന് വേണ്ടി പറയുന്നതാണ്. അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് മങ്ങാട്ടച്ച ഇങ്ങോട്ട് വന്നേരെന്ന് പറഞ്ഞാൽ വരികയില്ല. ഭക്തർക്കു ദാസന ഭക്തപ്രിയൻ മുക്തിക്കു വേണ്ടി വസിച്ചിടുന്നു. ആദ്യം ഭക്തനാകണം. ഭക്തനാകണമെങ്കിൽ എന്ത് വേണം? ഭക്തി, വിനയം, അനുസരണ ഉണ്ടാവണം. ഗുരു അറിവും ശിഷ്യൻ അനുസരണയുമാണ്. ആ വിധത്തിൽ ഗുരു അറിവായും ശിഷ്യൻ അനുസരണയായി നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഭക്തന് ദാസനായി നിന്ന് ഭഗവാൻ ഇതെല്ലാം അനുഗ്രഹിച്ചു നൽകിയത്. ആ അങ്ങനെ പരിപൂർണ ഭക്തനായി തീരുമ്പോൾ ആ സത്യവും ധർമ്മവും ഭക്തനിൽ കൂടി പരിപൂർത്തീകരിക്കപ്പെടും. അപ്പോൾ ജ്ഞാനക്കണ്ണ്
ജ്ഞാനക്കണ്ണ് തെളിയും. അപ്പോൾ ജ്ഞാനക്കണ്ണ് തെളിയും. അപ്പോഴാണ് ജ്ഞാനസ്വരൂപനാകുന്ന ഗുരുവിനെ അകതാരിൽ കാണുവാൻ ഇടയാകുന്നത്. അപ്പോഴാണ് ജ്ഞാനസ്വരൂപനാകുന്ന ഗുരുവിനെ അകതാരിൽ കാണുന്നത്. അതുകൊണ്ടാണ് പാടിയത്, ഭക്തൽ പരിപൂർണൽ മനമുൾക്കണ്ണു തെളിഞ്ഞോൻ അക്കണ്ണു തെളിഞ്ഞിടുകിൽ മുക്തി പ്രവാഹം. ജ്ഞാനക്കണ്ണ് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുക്തി വേണേ മുക്തി വേണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. ജ്ഞാനക്കണ്ണ് തെളിഞ്ഞാൽ പിന്നെ മുക്തി വേണേ മുക്തി വേണേ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ജ്ഞാനക്കണ്ണ് തെളിയുന്നത് തന്നെ അജ്ഞാനം മാറുമ്പോഴാണ്. ജ്ഞാനക്കണ്ണ് തെളിയുന്നത് തന്നെ അജ്ഞാനം മാറുമ്പോഴാണ്. അജ്ഞാനത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ് ലോകത്തിൽ വാഴേണ്ടി വരുന്നത്. അജ്ഞാനത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ് ലോകത്തിൽ വാഴേണ്ടി വരുന്നത്. അജ്ഞാനം മറ്റു മാറിക്കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനസ്വരൂപനിൽ ചേരുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ മോക്ഷം തരാം എന്ന് ഉറപ്പായി പറഞ്ഞത്. മോക്ഷം ലഭിക്കുന്നതിനുള്ള സർവജ്ഞാനം തന്റെ സ്വരൂപമായി തന്നോടുകൂടി തന്നെ നിൽക്കുകയാണ്. ആ സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപ സർവ അജ്ഞാന സംഹാര രൂപ സമ്പൂർണ്ണ ഗുരുവിനെ സേവിച്ചാൽ എന്തെല്ലാം ലഭിക്കും? സമ്പൂർണ്ണ ജ്ഞാനം ലഭിക്കും, സമ്പൂർണ്ണ പ്രകാശം ലഭിക്കും, സമ്പൂർണ്ണ സൽഗുണം ലഭിക്കും, സമ്പൂർണ്ണ തപശക്തി ലഭിക്കും, സമ്പൂർണ്ണ സ്വയം പ്രകാശം ലഭിക്കും. അങ്ങനെ സർവത്തിനും ആധാരമായി നിൽക്കുന്ന സൽഗുരുവിന്റെ പാദത്തിൽ സേവിക്കുന്നവർക്കൊക്കെയും സർവ്വതും ദാനം ചെയ്യുവാൻ, മോക്ഷം ദാനം ചെയ്യുവാൻ സൽഗുരുവായി താൻ തന്നെ ലോകത്തിൽ വാഴുകയാണ്. ആ വാഴ്ചയാണ് നിങ്ങൾക്ക് അനുഭവമായിക്കൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിൽ ഒറ്റ അവതാരമേ ഉള്ളൂ. അത് മാറി മാറി ദേഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വാഴുവാൻ തീരുമാനം ചെയ്തുകൊണ്ടാണ് വന്നത്. എന്തുകൊണ്ട്? മായയോട് ബന്ധിച്ചുള്ള ജീവിതമാകയാൽ മറവി എപ്പോഴും മാനവലോകത്തിൽ സംഭവ്യമാകാമെന്ന് അറിഞ്ഞുകൊണ്ട് ആ മറവികളൊക്കെ മാറ്റി പുത്തൻ പുതുമയായ തന്റെ ജ്ഞാനത്തെ ആത്മലോകത്തിൽ സ്ഥിരമായി നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഉപകരണങ്ങളെ അല്ലെങ്കിൽ വാഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വാഴുവാൻ തീരുമാനം ചെയ്തു.
തീരുമാനമാണ് തിരിച്ചെഴുന്നള്ളി വന്ന് ഉത്രാടത്തിൽ വാണിരുന്ന് നിങ്ങളെ രക്ഷിച്ചത്. വീണ്ടും പൂരാടത്തിൽ നിങ്ങൾ കണ്ട് അനുഭവിച്ചത്. വീണ്ടും മകയിരത്തിൽ നിങ്ങൾ അനുഭവിച്ചത്. ഇന്നും മാറ്റമില്ലാത്ത മഹാശക്തി പ്രത്യക്ഷമായി വന്നു നിന്നുകൊണ്ട് ഞങ്ങളെ കാണുന്നു, ഞങ്ങൾ കാണുന്നു, അതാ ഞങ്ങൾക്ക് അനുഭവമാണ് എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും, കൈ അടിച്ചു കേട്ടാക്കുക. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരുവരൻ വാണിടുന്നു. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, മാറ്റമില്ലാതുള്ള ജ്ഞാനങ്ങളെ കൊണ്ട് ആദർശമെന്നും പുലർത്തിടുന്നു. ആദ്യ ശരീരത്തിൽ വാണിരുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള എല്ലാ ബാങ്കുകളും കുറച്ച് അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടാണോ പോയത്? അല്ല, അവിടെ ഇവിടങ്ങളിലായി ചില സാധുക്കൾ തന്ന തുണ്ട് ഭൂമികൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൈവശം വെച്ച് അനുഭവിക്കാൻ തക്കവിധത്തിലുള്ള രേഖകളൊന്നും കൃത്യമായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമാധിക്ക് ശേഷം പലതും പലരുടെയും കൈകളിലായിപ്പോയി. ഇതും ആ വിധത്തിൽ കൈവശത്താക്കാൻ ശ്രമിച്ചതാണെങ്കിലും ഭഗവാൻ അത് നിലനിർത്തി തന്നതാണ്. അത് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി ലോകാന്ത്യം വരെ ഇവിടെ നിലനിർത്തുവാൻ തക്കവിധത്തിൽ തിരുഹൃദയത്തിന്റെ വില കൊടുത്ത് വാങ്ങി നമുക്കായി ഇവിടെ നിലനിർത്തി തന്നതാണ്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ വലിയ സ്വത്തുക്കളോ സമ്പാദ്യങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ദാരിദ്ര്യ ദുഃഖങ്ങളും ആ വിധത്തിലുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുറച്ച് സാധുക്കളുടെ ഹൃദയം മാത്രമായിരുന്നു അന്ന് സമ്പത്തായി ഉണ്ടായിരുന്നത്. ആ ഹൃദയത്തിലാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ച് ഞാൻ പുലർത്തിക്കൊണ്ടിരുന്നത്. ആ ഹൃദയങ്ങളിൽ ഞാൻ കൊടുത്ത ജ്ഞാനമാണ് പകർന്ന് 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 ഇത് വളർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രകാശിച്ച് നിലനിന്നിരുന്ന ഹൃദയങ്ങളെയാണ് തിരിച്ചു വന്ന് ഞാൻ വീണ്ടും ഇവിടേക്ക് ആകർഷിച്ചത്. ആ ഹൃദയങ്ങളിലേക്കാണ് ഞാൻ ഉത്ബോധിപ്പിച്ചത്. എങ്ങും പോയില്ല ഭഗവാൻ, എങ്ങും പോയില്ല, എങ്ങും പോയില്ല. അറിയുന്ന മക്കളിലെല്ലാം അറിവായി വാഴുന്നു. വരുവാനുള്ളവർക്കും മുൻപേ കടന്നുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ആനന്ദം നൽകും. അങ്ങനെ ആ ഉൾപ്രകാശം വീണ്ടും പ്രകാശിപ്പിച്ച് വീണ്ടും ആത്മലോകത്തെ ഇവിടേക്ക് അടുപ്പിച്ച് അവരോരോരുത്തരും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുവന്ന് അർപ്പിച്ച നേർച്ചകളാണ്. ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഇവിടെ വളർത്തിയെടുക്കാൻ കാരണമായത്. അക്കാലത്തും വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ധനപരമായ വലിയ ശേഷിയൊന്നും വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. ധനം വർദ്ധിക്കത്തക്ക രീതിയിൽ ബാഹ്യമായ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. പല ആളുകളും പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്കൊരു ചിട്ടി തുടങ്ങാം, ഉള്ള കാശ് പലിശയ്ക്ക് കൊടുക്കാം. ഇതിനൊക്കെ പല നിർദ്ദേശങ്ങളും പലരും വെച്ചിട്ടുണ്ട്. പക്ഷെ ആ നിലയിൽ ധനം വളർത്താനല്ല ഞാൻ വന്നത്. നെല്ലുണ്ടാകണമെങ്കിൽ കച്ചി ആവശ്യമാണല്ലോ. ആ ചെടി ഉണ്ടെങ്കിലല്ലേ നെല്ലുണ്ടാവുകയുള്ളൂ. അതിന്റെ അഗ്രത്ത് വരുന്ന ചെറിയ കതിരുണ്ടാകണമെങ്കിൽ വളരെ നീളത്തിൽ അതിന്റെ വൈക്കോൽ ആവശ്യമാണ്. എന്നതുപോലെ ഈ നിത്യാനന്ദത്തെ ഇവിടെ സ്ഥിരപ്പെടുത്തി നിലനിർത്തണമെങ്കിൽ ബാഹ്യമായ പല കാര്യങ്ങളും ആവശ്യമുള്ളതിനാൽ എന്റെ ഭക്തന്മാരിൽ നിന്ന് നേർച്ചയായി ഞാൻ ധനത്തെ സ്വീകരിക്കാറുണ്ട്. അത് ഇത്ര രൂപ വേണോ, ഇത്ര രൂപ പിരിവ് വേണോ, അല്ലെങ്കിൽ ഇത്ര മാസവരി വേണോ എന്ന് പറയാറില്ല.
മാസവരി വേണമെന്ന് കൽപ്പിക്കാൻ, ഓരോ ആവശ്യങ്ങൾ വന്ന് പറയുമ്പോൾ ഓരോ ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ അതിന് പരിഹാരമായി നേർച്ച പറയാൻ പറയും. അതിന് പരിഹാരമായി നേർച്ച പറയാൻ കൽപ്പിക്കും. അത് ഇത്ര രൂപ നേർച്ച പറയാനെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യം നേർച്ച പറയാനെന്നോ അല്ല പറയുന്നത്. ഇത്ര രൂപ നേർച്ച പറയാനെന്നോ ഇന്ന കാര്യം നേർച്ച പറയാനെന്നോ അല്ല കൽപ്പിക്കുന്നത്. നിങ്ങളുടെ ശക്തിക്കൊത്തൊരു വഴിപാട് നേർച്ച സങ്കല്പിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ശക്തിക്കൊത്തൊരു വഴിപാട് നേർച്ച സങ്കല്പിക്കൂ എന്നാണ് കൽപ്പിക്കുന്നത്. അങ്ങനെ അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന നേർച്ച, അങ്ങനെ അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന നേർച്ച അവരുടെ കഴിവനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അർപ്പിക്കുന്നത് സ്വീകരിച്ചാണ് നീ കാണുന്നതെല്ലാം ഉളവാക്കി തീർത്തത്. ആകട്ടെ, ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൊണ്ട് പറയുന്നു, ഇപ്പോൾ പുതിയ ആളുകൾ പലരും ഉണ്ട്. നമ്മുടെ സുനിൽജി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഡോക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ബോധ്യപ്പെടാൻ വേണ്ടി സത്യസന്ധമായിട്ടേ പറയാവുള്ളൂ. ഞാൻ ആരുടെയെങ്കിലും നിർബന്ധിച്ച് 1 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ട. അങ്ങനെ ആരുമില്ല, ആരുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന, നിങ്ങളുടെ ഭവനങ്ങളിൽ അനുഭവിക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യമായി വന്നിരിക്കുന്നതുമെല്ലാം ഭഗവാൻ തന്നതാണെന്ന് വിശ്വാസമുള്ളവർ കൈ ഉയർത്തിക്കണ്ട. കൈ അടിച്ചു കേട്ടാക്കുള്ള ഒന്നുമില്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവം. ഒന്നുമില്ലാത്ത ഈ സന്നിധിയിൽ എല്ലാം ഉളവാക്കി തന്നു ദൈവം. ദൈവമേ, അങ്ങയെ കാരുണ്യമോർക്കുമ്പോൾ കണ്ണുനീരോടെ സ്തുതിച്ചിടുന്നേ. ദൈവത്താലല്ലാതെ ഈ വിധം രക്ഷിപ്പാൻ ഭൂമിയിലാരാലും സാധ്യമല്ല. വാഴേണമേ എന്നും കീർത്തനവും പാടിയ സാഹചര്യം ഞാൻ ഈ സമയം ഓർത്തു പോവുകയാണ്. ഈ കീർത്തനം പാടിയ സാഹചര്യം ആശക്തി തന്നെ ഓർത്തു. ചെറിയൊരു ഷെഡായിരുന്നു നമ്മുടെ ആനന്ദ വൃന്ദാഭവൻ. ചെറിയൊരു ഷെഡായിരുന്നു ആനന്ദ വൃന്ദാഭവൻ. അത് പുതുക്കി പണിത് ഇന്ന് കാണുന്ന അവസ്ഥയിൽ പണിത് പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന ദിവസം പാടിയ കീർത്തനമാണ് ഇപ്പോൾ നമ്മൾ കീർത്തിച്ച കീർത്തനം. ഇതിന്റെയൊക്കെ പിന്നിൽ എത്രത്തോളം ചങ്കുരുക്കമുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ഓരോ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടി ഓരോ സന്താനങ്ങൾക്കും ആവശ്യമായത് കൊടുത്ത് അവരെ കൊണ്ടിവിടെ എത്തിക്കുന്ന ഉന്നതമായ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ആനന്ദ വൃന്ദാവൻ പണിയുന്നു, നിങ്ങൾ ഇത്ര രൂപ കൊണ്ടുവരണമെന്ന് പറയുകയല്ല. പണി ആരംഭിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കും. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഉണ്ടാകും. അവർക്ക് തോന്നും ഇങ്ങനൊരു കാര്യം കിട്ടിയല്ലോ, ഒരു കുറച്ച് ധനം ഇന്നതിന് കൊടുക്കാം. അങ്ങനെ തോന്നിപ്പിച്ചാണ് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഓരോന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മഹാഗോപുരം നിൽക്കുന്ന ഭൂമി വാങ്ങിയ കഥ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ.
വാങ്ങിയ കഥ മഹാശക്തി നമ്മൾ ഈ ജന്മനക്ഷത്ര സ്തുതിയുടെ ഇടയ്ക്കും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജന്മനക്ഷത്ര സ്തുതികൾ നടത്തി ഭഗവാൻ അത് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു വലിയ അത്ഭുതമായ കർമ്മമായിരുന്നു നടന്നത്. കാരണം അതൊരു വലിയ അത്ഭുതമായ കർമ്മമാണ്. അത്രയും വലിയൊരു ഭൂമി ഇത്രയും വലിയൊരു ഭൂമി ഒന്നിച്ചു വാങ്ങുവാനുള്ള ധനം അന്ന് നമ്മുടെ ഖജനാവിൽ ഉണ്ടായിരുന്നില്ല. ഒന്നിച്ചു വാങ്ങുവാനുള്ള ധനം അന്ന് നമ്മുടെ ഖജനാവിൽ അപ്പൊ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വളരെയേറെ പ്രയാസപ്പെട്ടു. അത് വളരെയേറെ പ്രയാസപ്പെട്ടു. ആ പ്രയാസപ്പെട്ട സമയത്ത് ആ പ്രയാസപ്പെട്ട സമയത്ത് ആ വസ്തുവിന്റെ ഉടമസ്ഥൻ തന്നെ വന്ന് നമ്മളോട് പറയാണ്, ഇത് ഒരുമിച്ച് തരണ്ട. ആ വസ്തുവിന്റെ ഉടമസ്ഥൻ തന്നെ ഒരു വലിയൊരു ആശ്വാസമായി. വലിയൊരു ആശ്വാസം. എങ്കിലും കൊടുക്കണമല്ലോ. എങ്കിലും കൊടുക്കണം. ആ അവർ പറയുന്ന സമയത്ത് കൊടുത്തല്ലേ പറ്റൂ. പറയുന്ന സമയത്ത് കൊടുത്ത് അവർക്ക് ഇത് ഒന്നിച്ചു വാങ്ങാൻ നിയമവശമായി എന്തൊക്കെയോ തകരാറുള്ളത് കൊണ്ടാണ് ഒന്നിച്ചു വേണ്ട എന്ന് പറഞ്ഞത്. അവർക്ക് ഒന്നിച്ചു വാങ്ങുവാൻ നിയമവശമായ എന്തോ തകരാറുള്ളത്. അല്ല, ധനം ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. ധനം ആവശ്യമില്ലാത്ത അപ്പൊ അവർക്ക് നിയമപ്രകാരം എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന സംശയത്തിലാണ് ഒന്നിച്ചു വേണ്ട എന്ന് പറഞ്ഞത്. അവർക്ക് നിയമപ്രകാരം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള ധാരണയിലാണ് ഒന്നിച്ചു വേണ്ട എന്ന് അപ്പൊ അത് നമുക്ക് സൗകര്യമായി. അത് നമുക്ക് അപ്പൊ സൗകര്യം. അവിടെ മുതൽ ഇതിനു വേണ്ടിയുള്ള ചിന്തയും പ്രാർത്ഥനയും ഒക്കെ ആയി കഴിഞ്ഞുകൂടിയപ്പോൾ അവിടെ മുതൽ ഇതിനുള്ള ചിന്തയും പ്രാർത്ഥനയും ഒക്കെ ആയി കഴിഞ്ഞുകൂടിയപ്പോൾ ഇപ്പൊ നാളെ പൈസ കൊടുക്കണം എന്ന ദിവസമാണെങ്കിൽ ഇന്ന് അതിനുള്ളത് ഇവിടെ ഉണ്ടാകും. നാളെ പൈസ കൊടുക്കണമെന്നുള്ള ദിവസമാണെങ്കിൽ ഇന്ന് അതിനുള്ളത് ഇവിടെ ഉണ്ടാകും. അത്ഭുതമായിട്ട് ഓരോരുത്തരും കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ്. അത്ഭുതമായിട്ട് ഓരോരുത്തരും കൊണ്ടുവന്ന് അർപ്പിക്കുകയാണ്. അങ്ങനെ അത്ഭുത പുരുഷൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് നമുക്ക് ആ ഭൂമി വാങ്ങി തന്നത്. അങ്ങനെ അത്ഭുത പുരുഷൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് നമുക്ക് ആ ഭൂമി വാങ്ങുന്നത്. എന്നിട്ട് ആ തൃക്കരം കൊണ്ട് എന്നിട്ട് ആ തൃക്കരം കൊണ്ട് ഇന്ന് വാഴുന്ന ഈ ശരീരത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ പുനരുദ്ധാന ശരീരത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഒരു 101 രൂപ എടുത്ത് ഇങ്ങനെ തന്നിട്ട് 101 രൂപ എടുത്തത് കൊടുത്തിട്ട് ഒരു നല്ല ഗോപുരം പണി പൂർത്തീകരിക്കണം. ഒരു നല്ല ഗോപുരം പണി പൂർത്തീകരിക്കണം. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം എത്ര കാശ് വേണമെങ്കിലും ഞാൻ എന്ന് കൽപ്പിച്ചപ്പോൾ എന്ന് കൽപ്പിച്ചപ്പോൾ സത്യത്തിൽ അന്നത്തെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ അന്തപ്പെട്ട് ഇങ്ങനെ നോക്കി. അന്നത്തെ അറിവിൽ നിന്ന് പോകാൻ കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ധനപരമായ കാര്യത്തിന് വളരെ പിശുക്കേ പ്രവർത്തിക്കുകയുള്ളൂ. ധനപരമായ കാര്യത്തിൽ വളരെ ആ ശരീരവാഴ്ച എല്ലാ ശരീരവാഴ്ചയിലും അങ്ങനെ തന്നെയാണ്. എങ്കിലും അത് ഇച്ചിരി കൂടുതലുള്ള ശരീരവാഴ്ചയായിരുന്നു അത്. അതിൽ കൂടുതലുള്ള അപ്പൊ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് അന്തം വിട്ടു നോക്കി. എത്ര വേണമെന്നോ വേണമെങ്കിലും തരാമെന്ന് കൽപ്പിച്ചു. കാരണം ഒരിക്കലും ഒരു കാര്യത്തിനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു കാര്യത്തിലും എന്നാൽ ആ തിരുശബ്ദം ആ തിരിച്ചറിവ് ഇന്നിതാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ല. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ല. ഇതെല്ലാം സംഭവ്യമാകുന്നത് മഹാശക്തിയുടെ പ്രത്യക്ഷമായി വാഴുന്നത് കൊണ്ടാണ്. ഇതെല്ലാം സംഭവ്യമാകുന്നത് മഹാശക്തിയുടെ പ്രത്യക്ഷമായി ഈ പ്രത്യക്ഷമായി മഹാശക്തി വാഴുന്നത് ഭക്തസന്താനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഭക്തസന്താനങ്ങളുടെ രക്ഷയ്ക്ക് അത് ഭക്തസന്താനങ്ങൾ തിരിച്ചറിഞ്ഞ് ആ രക്ഷയെ പൂർണ്ണമായി അനുഭവിക്കുവാനുള്ള മനോഭാവത്തോടുകൂടി മനസ്സൈക്യതയോടുകൂടി ജീവിതം ചെയ്യണം. ആ രക്ഷയെ അനുഭവിക്കുവാനുള്ള മനോഭാവത്തോടുകൂടി മനസ്സൈക്യതയോടുകൂടി ജീവിതം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദരസമന്വിതമായി ജ്ഞാനത്തെ സ്വീകരിച്ച് അണുവിട തെറ്റാതെ പരിപാലിച്ചാൽ സർവരക്ഷയും സർവാത്മാക്കൾക്കും അനുഭവമാകും. അങ്ങനെ സമ്പൂർണ്ണ രക്ഷയെ പ്രദാനം ചെയ്യുവാൻ വന്ന കരുണാനിധിയെ ആ മാനവലോകത്തിന് എന്നും കാണുവാൻ തക്ക വിധത്തിൽ മാറ്റമില്ലാത്ത തന്റെ അവതാര വാഴ്ച ഈ ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയാണ് ശരീരമാറ്റമെന്ന നിയമം പാസാക്കിയത്. ആ വാഴ്ചയാണ് 17 വർഷക്കാലം മകയിര നക്ഷത്രത്തിൽ വാണിരുന്ന് നമ്മൾ അനുഭവമാകിയത്. ആ ഉന്നതമാകുന്ന മഹാഭാഗ്യങ്ങളെ ഈ സന്നിധാനത്തിൽ നിലനിർത്തിക്കൊണ്ട് ഓ ആരോടിയെത്തിയാലും ആ തൽക്ഷണം അതിന് പരിഹാരം കൊടുത്ത് ഏത് കഠിനമേറിയ രോഗമാകട്ടെ, ഏത് ഭൂതമാകട്ടെ, ഏത് പ്രേതമാകട്ടെ, എന്ത് ദുഃഖമായി ആര് വന്നാലും ഒന്നും തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ തൽക്ഷണം അതിന് പരിഹാരം കൊടുത്തുകൊണ്ടാണ് ആ ശരീരത്തിൽ വാണിരുന്നത്. പക്ഷേ തിരിച്ചറിഞ്ഞവർ വളരെ കുറവായിരുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. തിരിച്ചറിവ് ഉണ്ടാകുവാനാണ് ഞാൻ വീണ്ടും വീണ്ടും ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. തിരിച്ചറിവില്ലെങ്കിൽ നന്ദികേടുണ്ടാകും. നന്ദി കെട്ടവരായി പോകാതിരിക്കുവാൻ നന്മയെ ബന്ധിച്ചും ചിന്തിച്ചും എപ്പോഴും നിങ്ങൾ ജീവിതം ചെയ്യുക. ആത്മപുരുഷന്റെ
ആത്മപുരുഷന്റെ ആനന്ദ നടനം ഈ വിധത്തിൽ കാണുവാൻ അനുവദിച്ച മഹാശക്തിയെ, ആ തിരുവാഴ്ചയെ എപ്പോഴും ഓർത്തുകൊണ്ട് കോടാനുകോടി നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഈ കർമ്മം കഴിയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ വരികയാണ് സമാധി ദിനാചരണം. 21-ാം തീയതി വെള്ളിയാഴ്ച ആ സമാധി ദിനാചരണമാണ്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി ഒരു നേരത്തെ അരിയാഹാരവും വ്രതവും അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ആ സമാധി ദിനാചരണത്തിൽ പങ്കെടുക്കണം. അത് വളരെ ഭക്തിയോടും നന്ദിയോടും കൂടി ആ ദിനത്തിൽ പങ്കെടുത്തെങ്കിലേ അതിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് സിദ്ധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് 23-ാം തീയതി ഞായറാഴ്ച പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവമാണ്. 118ാമത് പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവം ഗംഭീരമായും ആനന്ദമായും നടത്തണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കൊണ്ടാക്കണം. എല്ലാവരും എത്തിച്ചേരുക. നിങ്ങൾ തന്നെ എല്ലാം ഒരുക്കിക്കൊള്ളുക. നിങ്ങൾ തന്നെ നിന്ന് നടത്തുക. മഹാശക്തിയുടെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളും പുറവുമായി ഞാനും എഴുന്നള്ളി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ കാണുവാനുള്ള അവസരം ഉണ്ടാകട്ടെ. അങ്ങനെ ആനന്ദമായെല്ലാം നടക്കട്ടെ. നടക്കാനുള്ള ശാഖാശ്രമ വാർഷികങ്ങളെല്ലാം ആനന്ദമായി നടത്തപ്പെടട്ടെ. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ സൽഗുണശീല സ്വാമിയുടെ ആ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള നിലവിളക്ക് ഇപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ചു. ആ അദ്ദേഹവും വളരെ കർമ്മധീരനായ ഒരു മനുഷ്യനായിരുന്നു. ആ ഉന്നതമായ പല കർമ്മങ്ങളും അനുഷ്ഠിക്കുവാനുള്ള മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സാക്കിനാക്കയിലുള്ള നമ്മുടെ ആശ്രമ നിർമ്മാണ സമയത്ത് അനേകം കാര്യങ്ങൾ ആ സാധുവിൽ കൂടി ഭഗവാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ കർമ്മഫലമായിട്ടാണ് കാഷായ വേഷം കൊടുത്ത് സന്യാസ സംഘത്തിൽ ചേർത്തത്. ആ വിധത്തിൽ പ്രവർത്തിച്ചു വരികയാണ് ദേഹം വിട്ട് ആത്മാവായി നിലകൊള്ളുന്നത്. ആത്മാവിന്റെ ശാന്തിക്കാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. ഈശ്വരൻ നിത്യശാന്തിയിലേക്ക് ലയിപ്പിക്കുമാറാകട്ടെ. പിന്നീടുള്ള ഒരു വലിയ സന്തോഷാവസ്ഥ നമ്മൾ വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാപനം ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ അതിന്റെ ഫലമായി കുവൈറ്റിൽ നമുക്ക് താൽക്കാലികമെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ഒരു സന്താനം ഒരു ഓഡിറ്റോറിയം വാങ്ങുകയും അതിൽ നമ്മുടെ ആരാധനകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. വീണ്ടും അനവധി രാജ്യങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇതാ പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്നുവരെയും നമ്മുടെ സന്താനങ്ങൾക്ക് ആർക്കും വിദേശ രാജ്യത്ത് സ്വന്തമായി ഭൂമി ലഭിച്ചിട്ടില്ല. ഭവനങ്ങളുള്ളവർ പലരുമുണ്ട്. പക്ഷെ ഭൂമി ഉൾപ്പെടെ ഭവനം ആർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ദുബൈയിലുള്ള സുജിഭക്തനും കുടുംബവും അവിടെ കുറച്ച് ഭൂമിയും ഒരു ഭവനവും കൂടി ഇതാ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആദർശ സ്ഥാപനം ഉണ്ടാകുവാൻ വേണ്ടി ആത്മനാഥൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നവരെന്ന് കൈയടിച്ച് കേട്ടാക്കൊള്ളാം. കലിയുഗത്തിലെ നാമസങ്കീർത്തനം വളരട്ടെ വളരട്ടെ. കലിയുഗത്തിലെ നാമസങ്കീർത്തനം വളരട്ടെ വളരട്ടെ. മാനവലോകം ഒന്നായി ചേർന്നു തുതിക്കട്ടെ. മാനവലോകം ഒന്നായി ചേർന്നു തുതിക്കട്ടെ.
നിർമ്മിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അനേകം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ദേവീദേവന്മാരെയും പല ഗുരുക്കന്മാരെയും ഒക്കെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു തുടങ്ങി. അവിടെ പല ദേവന്മാരെയും ഗുരുപരമ്പരകളെയൊക്കെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. അതും ഇതിന്റെ ഒരു തുടക്കമാണ്. കാരണം കാരണം അവതാരവാഴ്ച ആരംഭിച്ച കാലത്ത് ആദ്യം അയച്ചത് ആരെയാണെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ആ, ദേവന്മാർ കൂടെയുണ്ട്, ദേവന്മാർ കൂടെയുണ്ട്. സർവലോകങ്ങളിലും നിവാസിക്കും ആത്മാക്കൾ കൂടെയുണ്ട്. സർവ്വദേവീദേവന്മാരാലും ദൂതപരമ്പരകളാലും പരിസേവിതനാകുന്ന പരമഗുരുവിന്റെ അവതാര ക്ഷേത്രം അവിടെ പണി കഴിപ്പിക്കുവാൻ ആദ്യമേ അവരെ തന്നെ അയച്ചിരിക്കുകയാണ്. സർവ്വദേവീദേവന്മാരാലും ദൂതപരമ്പരകളാലും പരിസേവിതനായിരിക്കുന്ന പരമഗുരുവിന്റെ ക്ഷേത്രം അവിടെ സ്ഥാപിക്കുവാൻ അവരെല്ലാം അയച്ചിരിക്കും. ആ, ദേവീദേവന്മാരെ അയച്ചിരിക്കുകയാണ്. അവരവിടെ സ്ഥാനം ഉറപ്പിച്ചതിൻ്റെതായ എല്ലാം ഒരുക്കും. അപ്പോ ഹിന്ദുക്കളെന്നും ആ വിധത്തിലൊക്കെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ചിന്താഗതികളൊക്കെ അങ്ങ് മാറും. നമുക്ക് ഹിന്ദുവും ഇല്ല, ക്രിസ്ത്യാനിയും ഇല്ല, മുസ്ലിമും ഇല്ല, ജൈനനും ഇല്ല, ബുദ്ധനും ഇല്ല, പ്രത്യേകിച്ച് ഒരു വിചാരവും ഇല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സത്യമോ മനുഷ്യരിൽ ഉറപ്പിക്കാൻ അവതാരമായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സത്യവും
സർവ്വതും ഈ ദേഹമെന്നു അറിവായിടൂ. ഏകമെന്നു അറിയുന്ന ആത്മബോധ ഉദിക്കുമ്പോൾ ഏകമെന്നു അറിയുന്ന ആത്മബോധം ഉദിക്കുമ്പോൾ ജാതി മത ഭേദ ചിന്ത തെല്ലുമേ ഇല്ല. ഏകമെന്ന് ഏകമെന്ന ജാതി മത ഭേദ ചിന്ത തെല്ലുമേ ഇല്ല. ജാതി ശുഭമായി ഉയരുന്നു, ശുഭം വർദ്ധിച്ചുയരുന്നു. ശുഭമായി ഉയരുന്നു, ശുഭം വർദ്ധിച്ചുയരുന്നു. ശുഭാനന്ദ രൂപമായി പ്രശോഭിക്കുന്നു. ശുഭമായി ഉയരുന്നു, ശുഭം വർദ്ധിച്ചുയരുന്നു.
സ്വർഗപിതാവ് തന്റെ വാഴ്ച, തന്റെ കർമ്മം, തന്റെ അനുഭവം അത് ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടുന്നതെല്ലാം താൻ തന്നെ കർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർമ്മവസ്തുക്കളായിട്ടാണ് ആത്മാക്കളെയും ദൂതന്മാരെയും ദേവീദേവന്മാരെയും ഒക്കെ താൻ സ്വീകരിക്കുന്നത്. ഈ നാമം ഒരു വാക്കെങ്കിലും ഒരിടത്ത് പറയുവാൻ ഒരാളിന് കഴിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ അനുവാദമില്ലാതെ പറയുവാൻ കഴിയില്ല. ഇപ്പോ നമ്മുടെ ഈ പള്ളിക്കൽ സുനിൽ അദ്ദേഹം പലയിടങ്ങളിലും നമ്മുടെ കീർത്തനങ്ങളെ പറ്റിയും ഈ സ്ഥാപനത്തെ പറ്റിയും ഒക്കെ വർണ്ണിക്കാറുണ്ട്. അത് കേട്ടാണ് ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം. ആന്തരികമായ ഒരു ബന്ധമുണ്ട്, അത് എല്ലാവരോടും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം ഏകാത്മാവാകുന്ന പരമാത്മാവല്ലാതെ ആത്മാക്കൾക്ക് സ്വന്തമായിട്ട് ആരും ഇല്ലല്ലോ. ആ ബന്ധം ഒരിക്കലും വഴിയില്ലാത്ത ബന്ധമാണ്. പക്ഷെ ഭാഗ്യമായി ഇങ്ങനെ ഒരു കർമ്മം ഏത് സ്ഥലത്ത് പോയാലും ഇങ്ങനെ പറയുന്നത് കേട്ടൊരു പ്രത്യേക ബന്ധം ഉണ്ടായിട്ടുണ്ട്. ആ അനുവാദവും ആ അനുഗ്രഹവും ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അങ്ങനെ ഓരോരുത്തർക്കും അത് ലഭിക്കുന്നത് ഭഗവാന്റെ കാരുണ്യമില്ലാതെ സാധിക്കില്ല. നമ്മളിങ്ങനെ വർണ്ണിക്കും തോറും ചിന്തിക്കും തോറും ആനന്ദം വർദ്ധിച്ച് ഇനി എത്ര സമയം ഇരുന്ന് ഇങ്ങനെ വർണ്ണിച്ചാലും നമുക്ക് മതി വരികയില്ല. മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ കളങ്കമറ്റാത്മാക്കൾ കാണുന്നു കണ്ണരെ, മൽപ്രണനാഥനോടൊത്തുള്ള വാഴ്ചയിൽ, മൽപ്രാണനാഥനോടൊത്തുള്ള വാഴ്ചയിൽ കാണുന്നൊരാനന്ദമെത്രയോ വർണ്ണിപ്പാനെന്നാൽ കഴിയില്ല ദൈവമേ, വർണ്ണിപ്പാനെന്നാൽ കഴിവില്ല ദൈവമേ. മതി വരുമോ കണ്ണ അങ്ങനെ മതിവരാത്ത പരമാനന്ദത്തെ ആത്മാവിൽ അനുഭവമാക്കുന്ന പരമഗുരുവിന്റെ പാദത്തിൽ എപ്പോഴും ആശ്രയിച്ച് സത്യത്തിൽ അടിയുറച്ച് ധർമ്മകർമ്മങ്ങൾ ചെയ്ത് ഉത്കൃഷ്ട ബോധം ആത്മാവിൽ ഉദിക്കത്തക്ക വിധം, നിഷ്കളങ്കമായി തീരത്തക്ക വിധം, നിഷ്കാമ കർമ്മികളായി തീരത്തക്ക വിധം ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. ഉന്നതമായ നിഷ്കാമകർമ്മത്തിന്റെ ഉദാത്ത മാതൃകയായ പുണ്യപുരുഷോത്തമന്റെ ഈ ജന്മദിനത്തിൽ ഉദാത്ത ഈ 95ാമത് മകയിരം ജന്മനക്ഷത്ര ദിനത്തിൽ ഓരോ ഹൃദയങ്ങളും തീരുമാനമെടുക്കുക. ഞാൻ എന്റെ ഗുരുവിന്റെ ഇഷ്ടമല്ലാതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. മനസാ വാചാ കർമ്മണ തിരുവിഷ്ടം ചെയ്തു കൊള്ളാം. മനസാ വാചാ കർമ്മണ തിരുവിഷ്ടം ചെയ്തു
മനസാക്ഷിയിൽ ഉത്തമ ജീവിതം ചെയ്യുവാൻ അത്തലന്യെ സൂക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മനസാക്ഷിയിൽ ഉത്തമ ജീവിതം ചെയ്യുവാൻ അത്തലന്യെ സൂക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ജന്മനക്ഷത്ര ദിനം നിങ്ങൾ ആഘോഷിക്കുക. ഉറച്ച തീരുമാനമെടുക്കുക. ഈ പുണ്യതകളൊക്കെ നിങ്ങളുടെ സൽക്കർമ്മത്തിന് പൂർണ്ണ പുണ്യതയായി പിൻബലമായി നിങ്ങളിൽ നിറയപ്പെടുമാറാകട്ടെ. മനഃശക്തി വർദ്ധിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പുണ്യദിനങ്ങളിൽ ആഘോഷം നടത്തുന്നത്. എന്തിനു വേണ്ടി? പുണ്യങ്ങൾ വർദ്ധിച്ചു പുണ്യകർമ്മങ്ങൾ നമ്മളിൽ കൂടി നടത്തുവാൻ വേണ്ടിയാണ്. അതിനാണ് പുണ്യദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലാതെ കുറച്ച് കാശ് ചെലവാക്കാനും അടിച്ചു പൊളിക്കാനും അല്ല. ആത്മൈക്യത ഉണ്ടാകണം, ആത്മധീരത ഉണ്ടാകണം, ആത്മസുഖം ഉണ്ടാകണം, ആത്മവീര്യം ഉണ്ടാകണം. അതിനുള്ളതായി തീരട്ടെ ഈ പുണ്യങ്ങൾ. അതിനുള്ളതായി തീരട്ടെ ഈ പുണ്യങ്ങൾ. അതിന് ബോധഫലകമായി ഭവിക്കട്ടെ ഈ പുണ്യങ്ങൾ. ഈ മകയിരത്തിന്റെ പൂർണ്ണ പുണ്യത ഓരോ ഹൃദയങ്ങളിലും ഭവിക്കുമാറാകട്ടെ. ഉന്നതമാകുന്ന വാഴ്ചയെ എപ്പോഴും ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജന്മനക്ഷത്ര സ്തുതി നാളെ പ്രഭാതത്തിൽ സമർപ്പിക്കുന്ന സമയം വരെയും ഉന്നതമായ ആനന്ദമായ ജഗദീശ്വരൻ നടത്തുമാറാകട്ടെ. ഈ ആരാധന സമർപ്പിച്ച് ജന്മനക്ഷത്ര സദ്യയും കഴിഞ്ഞ് ഇതിന് പ്രത്യേക നേർച്ച ആയിട്ടാണ് സദ്യയൊക്കെ നടത്തുന്നത്. അതെല്ലാം ഭക്തിപൂർവ്വം അനുഭവിച്ച് കുറച്ചുപേർ ആശ്രമത്തിൽ വന്നിരുന്ന് സ്തുതിക്കുകയും കുറച്ചുപേരല്ല ബാക്കിയുള്ള എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിൽ വന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വേണം. നമ്മൾ വളരെയേറെ വിശിഷ്ട അതിഥികളെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ഇരുത്തി നമ്മൾ സമ്മേളനം നടത്തുമ്പോൾ ശുഭാനന്ദാശ്രമം അങ്ങനെ വലുതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ട് വരുമ്പോ ഭക്തന്മാരുടെ ഹൃദയത്തിൽ വലിപ്പമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ എണ്ണത്തിലും വലിപ്പമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഈശ്വരന്റെ കാരുണ്യത്താൽ നമുക്ക് അതിൻ്റെതായ ഒരു വലിപ്പം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ വരുന്നവർക്ക് അറിയില്ലല്ലോ നിങ്ങൾ കാസർഗോഡ് നിന്ന് വന്നതാണോ, തലശ്ശേരിയിൽ നിന്ന് വന്നതാണോ, നിലമ്പൂരിൽ നിന്ന് വന്നതാണോ, വയനാട്ടിൽ നിന്ന് വന്നതാണോ, ബോംബെയിൽ നിന്ന് വന്നതാണോ, ചെന്നൈയിൽ നിന്ന് വന്നതാണോ, ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണോ എന്നൊന്നും അവർക്കറിയില്ലല്ലോ. 3 മണിക്ക് പോകണം, 4 മണിക്ക് പോകണം, പലരും രാവിലെ തന്നെ യാത്ര ചോദിച്ചു നിൽക്കുകയാണ്. അടുത്ത പ്രദേശത്തുള്ളവരെല്ലാം കുറച്ച് സമയം ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടേ പോകാവൂ. അത് അവർക്കൊരു കാഴ്ചയായിട്ടും ഭഗവാനോടുള്ള നന്ദിയായിട്ടും അതും നിങ്ങൾ പങ്കെടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. അങ്ങനെ പങ്കെടുക്കുവാൻ എല്ലാവരും സജ്ജരാകുക. കുറച്ചുപേര് സ്തുതി മുടക്കാതെ കുറച്ചുപേരും സ്തുതി നടത്തുക. പ്രഭാതത്തിൽ ഉന്നതമായ സമർപ്പണം കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോകാവുന്നതാണ്. എല്ലാ കർമ്മങ്ങൾക്കും ഉൾക്കർമ്മിയായി വാഴുന്ന ജഗദീശ്വരനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അനുഭവ സുഖം തന്ന ഗുരുവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. അനുഭവ സുഖം തന്ന ഗുരുവരനെ അനുദിനമടിയങ്ങൾ സ്തുതിച്ചിടുന്നേ. അനുഭവ പരബ്രഹ്മസ്വരൂപത്തെ സ്തുതിച്ചിടുന്നേ. സമ്പൂർണമായ സമർപ്പണത്തോടുകൂടി നമ്മൾ
സ്തുതി നടത്തുക. സമ്പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി നമ്മൾ ഈ ജന്മനക്ഷത്ര ആഘോഷത്തിൽ ഏറ്റവും വലിയ പരിപാടിയായി നമ്മൾ നടത്തുന്നതാണ് ഈ സ്തുതി. ഈ ജന്മനക്ഷത്ര മഹോത്സവത്തിൽ ഏറ്റവും വലിയ പരിപാടിയായി നമ്മൾ നടത്തുന്നത്. അല്ലാതെ നമുക്ക് വലിയ മേളങ്ങളോ വലിയ താലപ്പൊലിയോ അല്ലെങ്കിൽ നാദസ്വരമോ മറ്റു ബാഹ്യമായ ഒരു പരിപാടികളും ഇല്ലാതെ ആന്തരികമായി സുഖം വർദ്ധിപ്പിക്കുന്ന ജന്മനക്ഷത്ര സ്തുതിയെ നിലനിർത്തിക്കൊണ്ടാണ് ഈ മഹോത്സവം നമ്മൾ നടത്തുന്നത്. ഉന്നതമായി നടത്തപ്പെടട്ടെ. സൽഫലത്തെ ഓരോ ഹൃദയങ്ങളിലും ആനന്ദമായി ജഗദീശ്വരൻ ദാനം ചെയ്യട്ടെ. സൽഫലങ്ങളെ ഓരോ ഹൃദയങ്ങളിലും ആനന്ദമായി ജഗദീശ്വരൻ ഭവിപ്പിക്കട്ടെ. ആത്മനാഥൻ നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. ഉന്നതമായ കർമ്മങ്ങൾ ആദർശത്തിന്റെ വളർച്ചയ്ക്കായി ദേശരാജ്യങ്ങളിലേക്ക് ആരംഭിച്ചിരിക്കുന്നുവെന്ന സന്തോഷ വാർത്ത, എന്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചു. അത് നിങ്ങൾക്ക് സന്തോഷമായി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഇപ്രാവശ്യത്തെ ഈ കാർത്തിക മകയിരം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഇതുവരെ ഈ ആത്മബോധോദയ സംഘത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലൊരു നേർച്ച ഞാൻ സ്വീകരിച്ചു. ഇപ്പോൾ നിങ്ങൾക്കായി സ്വീകരിച്ചു വാഴുന്ന ഈ ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നിവസിക്കുന്നതിന് വേണ്ടി ഒരു ഭവനം 3-4 ഭക്തന്മാർ ഏകോപിച്ച് ധനം മുടക്കി നിർമ്മിച്ച് അതിന്റെ താക്കോൽ എന്റെ കൈ കൊണ്ടുവന്നു. ആ താക്കോൽ കാർത്തിക ജന്മനക്ഷത്ര ദിനത്തിൽ മാതാപിതാക്കൾക്ക് ഞാൻ കൈമാറി. ഇന്ന് വരെ ഈ ചരിത്രത്തിൽ ഇല്ലാത്ത, ആത്മബോധോദയ സംഘത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണത്. നമ്മുടെ ഭക്തന്മാർക്ക് പലർക്കും ഇവിടുന്ന് ധനം കൊടുത്ത് ഭവനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പല സന്താനങ്ങളും അങ്ങനെ നമ്മുടെ ഭവനങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഇത് അങ്ങനെയല്ല. സന്താനങ്ങൾ കുറച്ചുപേരെ ഏകോപിച്ചൊരു ഭവനം ഉണ്ടാക്കി എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ഞാനത് കൊടുക്കുകയുമായിരുന്നു. അതൊരു വലിയ അത്ഭുതമായി കാണുന്നവർ കൈയടിച്ച് കേട്ടാൽ. അതിനാകുന്ന ദൈവം അവർക്ക് സന്തോഷമായി ജീവിക്കുവാൻ തക്ക വിധത്തിൽ അത് അനുവദിച്ച് ദാനം ചെയ്യുമാറാകും. ആയുസ് ആരോഗ്യത്തോടെ സർവശക്തി നിലനിർത്തി തരുമാറാകും. അത് കാണുന്നത് നിങ്ങൾക്കെല്ലാം സന്തോഷമാണെന്ന് എനിക്കറിയാം. ഉന്നതമായി അതിന്റെ ഗൃഹപ്രവേശന കർമ്മവും ഛായാചിത്ര പ്രതിഷ്ഠയും എല്ലാം നടത്തപ്പെടുവാനും സന്തോഷമായി എന്നും ജീവിക്കുവാനും മഹാശക്തി അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം, അതിന്റെ നിലയുടെ കണക്ക് പറഞ്ഞാൽ 5 നിലയിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇനിയും അനേകം വിഗ്രഹങ്ങൾ അതിലേക്ക് ചേർക്കപ്പെടാനുണ്ട്. ചിത്രവനം എന്ന നാമമുള്ള മതിൽക്കെട്ടിന്റെ പണിയും പൂർത്തീകരിക്കാനുണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും വേഗം ആ തിരുശബ്ദം, നല്ല ഗോപുരം എന്ന തിരുശബ്ദം അന്വർത്ഥമാകുവാൻ ഒന്നുകൂടെ പറ. നല്ല ഗോപുരം എന്ന തിരുശബ്ദം അന്വർത്ഥമാകുവാൻ. തെറ്റിക്കൂടാത്ത വാക്കുകളാണ്. നല്ല ഗോപുരം എന്ന തിരുശബ്ദം അന്വർത്ഥമാകുവാൻ സർവപ്രകാരേണയും സർവ്വതും ഒരുക്കി സർവശക്തി പൂർത്തീകരിച്ചു തരുവാൻ കരുണയുണ്ടാകണമേ. അതിനുവേണ്ടി ഉന്നതമായി നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടെ എന്നും കരുതുമാറാകണമേ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കുമാറാകട്ടെ. ഇന്നേ ദിവസവും കഴിഞ്ഞ 2 ദിനങ്ങളിലായും ഇവിടെ കൊണ്ടുവന്ന് അർപ്പിച്ച എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരെയും ആളാം പ്രതി ദർശിച്ച് അനുഗ്രഹിക്കുകയാണ്. കൊടുത്താലും തീരാത്ത വണ്ണം മധുരപലഹാരങ്ങളും അതുപോലെ പല വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം കൊണ്ടുവന്ന് അർപ്പിച്ച എല്ലാ ഓമന മിത്രങ്ങളെയും ഇതാ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഓരോ കർമ്മ മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സന്താനങ്ങളെ, അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തിയ സന്യാസ പരമ്പരകള്,
അന്തേവാസികള്, സമീപവാസികള് എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സർവേശ്വരും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സൽക്കർമ്മ ഫലം ആർക്കും ദാനം ചെയ്യുവാൻ സൽക്കർമ്മധാരിയായ ജഗദീശ്വരിത വാഴുകയാണ്. അനേകങ്ങളിലേക്ക് ഈ സത്യം അറിയുമാറാകട്ടെ. അതിനുവേണ്ടി മഹാശക്തി വാഴുമാറാകട്ടെ. പുണ്യപൂരാടവും മഹാപൂരവും ഉന്നതമായ ജഗദീശ്വരൻ എഴുന്നള്ളി നടത്തുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പോഴും ഈ കർമ്മത്തിനായി എഴുന്നള്ളി നിലകൊള്ളുന്ന ദേവീ ദേവന്മാരെയും ദൂതപരമ്പരകളെയും അനുകൂലമായി നിൽക്കുന്ന പ്രകൃതിയെയും നോക്കി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർമ്മങ്ങൾക്കും പിന്തുണയായി, സർവപ്രകാരേണയും തുണയായി എല്ലാവരും ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ കർമ്മങ്ങൾ ഏറ്റെടുത്ത് കർമ്മിക്കുവാൻ സർവാത്മാക്കൾക്കും അനുവാദവും അനുഗ്രഹവും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തി എന്നും നിറഞ്ഞു വാഴുമാറാകട്ടെ. നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ആത്മലോകരക്ഷകനായി വാഴുമാറാകട്ടെ. ഓ ആത്മശാന്തി നൽകുവാൻ വാഴുമാറാകട്ടെ. ശുഭാനന്ദം ദാനം ചെയ്യുവാൻ വാഴുമാറാകട്ടെ. മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം, മതി വരുമോ കണ്ണ നിന്നുടെ കളിയാട്ടം. Kalla